വീഡിയോയിൽ നമ്മൾ WSL ഇൻസ്റ്റാൾ ചെയ്യാൻ നോക്കി, ഇൻസ്റ്റാൾ ചെയ്തു. അതിനുശേഷം ഗോലാങ് ഇൻസ്റ്റാൾ ചെയ്തു. ഇനി നമുക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പം കുറേ ലെസൺസ് എല്ലാം കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ വെബ് ആപ്പ് ഡെവലപ്പ് ചെയ്യാൻ പോകുന്ന സമയത്ത് നമുക്കൊരു ബാക്ക് എൻഡ് ഡാറ്റാബേസ് ആവശ്യമാണ്. അപ്പം നമ്മൾ ഒരുപാട് ഡാറ്റാബേസ് സെർവേഴ്സ് അവൈലബിൾ ആണ്. അതിൽ ഓപ്പൺ സോഴ്സ് ഉണ്ട്, അതുപോലെ പ്രൊപ്രൈറ്ററി ഉണ്ട്. അപ്പോൾ നമുക്ക് ആക്ച്വലി ഒരു ഗുഡ് ഓപ്പൺ സോഴ്സ് ഡാറ്റാബേസ് സെർവർ യൂസ് ചെയ്യാം. അപ്പോൾ ഏറ്റവും കൂടുതൽ പ്രചാരത്തിലുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ പോസ്റ്റ്ഗ്രേസ് ആണ്. ഓപ്പൺ സോഴ്സ് ആണ്, ബെസ്റ്റാണ്, ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് പോസ്റ്റ്ഗ്രേസ് ഇൻസ്റ്റാൾ ചെയ്യാം നമ്മുടെ WSL-ലോട്ട്. അതുപോലെ വിൻഡോസ് ഇൻസ്റ്റാൾ ചെയ്യാൻ വളരെ എളുപ്പമാണ്. ജസ്റ്റ് വിൻഡോസിൻ്റെ ഈ ടാബിലോട്ട് പോയിട്ട് ഇപ്പോൾ postgres.org/download പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ പേജ് കിട്ടും. അതിൽ തന്നെ വിൻഡോസിൽ എടുത്തു കഴിഞ്ഞാൽ വിൻഡോസിൻ്റെ ഇവിടെ കണ്ടോ, ഡൗൺലോഡ് ദി ഇൻസ്റ്റാളർ. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഇൻസ്റ്റാളർ പേജിലോട്ട് പോകും. അതിൽ നമുക്ക് എന്താ പറയുക, ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ വിൻഡോസ് 64 ബിറ്റ് ആണെങ്കിൽ ഇതെടുക്കുക. ഓക്കെ, പോസ്റ്റ്ഗ്രേസ് 15.4 64 മാത്രമേ സപ്പോർട്ട് ചെയ്യുള്ളൂ. അതായത് 32 എവിടെ വെച്ച് സപ്പോർട്ട് നിർത്തിയത്, 11.21 വെച്ച് 32 സപ്പോർട്ട് നിർത്തി. പിന്നെ എല്ലാം പോസ്റ്റ്ഗ്രേസ് 64 ബിറ്റ് മാത്രമേ ഉള്ളൂ. അതായത് ഇപ്പോൾ നിങ്ങൾ 10.23 ആണ് ലാസ്റ്റ് വേർഷൻ 32 സപ്പോർട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങളിപ്പോൾ ലേറ്റസ്റ്റ് വേർഷനാണ് ഇൻസ്റ്റാൾ ചെയ്യുന്നുണ്ടെങ്കിൽ 64 മാത്രമേ അവൈലബിൾ ആവത്തുള്ളൂ. ഓക്കെ, അപ്പോൾ നിങ്ങൾ വിൻഡോസിൽ ഡയറക്റ്റ് വിൻഡോസ് ബൈനറി മാത്രമാണ്, വിൻഡോസിൻ്റെ ബൈനറി ഫയൽ അത് ഇൻസ്റ്റാളർ മാത്രമാണ് ഇൻസ്റ്റാൾ ചെയ്യുന്നതെങ്കിൽ ഇത് യൂസ് ചെയ്യാം. അല്ലെങ്കിൽ വിൻഡോസിൻ്റെ അകത്ത് WSL-നകത്താണ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ലിനക്സ് എൻവയോൺമെൻറ്റ് സിസ്റ്റത്തിലാണ് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യാൻ നോക്കുന്നതെങ്കിൽ നമുക്ക് അതിന് വേറെ പ്രൊസീജിയറാണ്. ഇപ്പോൾ ഈ ഒരു ഡൗൺലോഡ് പേജിലോട്ട് പോവുക, ദെൻ ലിനക്സ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമ്മളിപ്പോൾ ഈ WSL, അതായത് വിൻഡോസിൻ്റെ സബ്സിസ്റ്റം ലിനക്സ്, ഇത് എന്താ പറയുക, ഇതെന്ന് പറയുന്നത് എന്താ പറയുക, ഉബുണ്ടു ഡിസ്ട്രോ ആണ്. അപ്പോൾ നമ്മൾ ഇതിൽ കുറേ ഫ്ലേവേഴ്സ് ഉണ്ട്, ലിനക്സിൻ്റെ കുറേ ഫ്ലേവേഴ്സ് കൊടുത്തിട്ടുണ്ട്. അതിൽ ഉബുണ്ടു സെലക്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരു പേജ് കിട്ടും, അതായത് ലിനക്സ് ഡൗൺലോഡ് ഉബുണ്ടു, അതിനകത്ത് തന്നെ PostgreSQL ആപ്പ് റെപ്പോസിറ്ററി. ഇത് ഇങ്ങനെ കുറച്ച് താഴോട്ട് വന്ന് അതേപോലെ തന്നെ ഈ റെപ്പോസിറ്ററി സപ്പോർട്ട് ചെയ്യുന്ന ഉബുണ്ടു ഫ്ലേവേഴ്സ് തന്നെയാണ് ഇത്. ഓക്കെ, കൈനറ്റിക് സപ്പോർട്ട് ചെയ്യും, അതേപോലത്തെ ജെമി സപ്പോർട്ട് ചെയ്യും. ഇതെല്ലാം ഉബുണ്ടു വേർഷൻസ് ആണ്. അതേപോലെ ഫോക്കൽ ബാനിക്. അപ്പം നമ്മുടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് ജെമി, ഇതാണ് LTS വേർഷൻ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതെല്ലാം യൂസ് ചെയ്യുന്ന ഇതാണ് കേട്ടോ, 22.04 LTS ലോങ് ടേം സപ്പോർട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് താഴോട്ട് വന്ന് ടു യൂസ് ദി ആപ്പ് റെപ്പോസിറ്റോറി ഫോളോ ദീസ് സ്റ്റെപ്സ്. ഓക്കെ, അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ഈ ലൈൻ കോപ്പി ചെയ്യുക, ഇത് കോപ്പി. ഓക്കെ, എന്നിട്ട് നമ്മുടെ WSL കൺസോളിൽ ചെന്നിട്ട് ഇത് കോപ്പി ചെയ്യുക. നിങ്ങളുടെ പാസ്വേഡ് എൻ്റർ ചെയ്യുക. ഏതൊരു സംഭവം ഇത് സിസ്റ്റത്തിലോട്ട് ആഡ് ചെയ്യുമ്പോഴത്തേനും പാസ്വേഡ് ചോദിക്കും. ഓക്കെ, രണ്ടാമത്തെ ലൈൻ കോപ്പി ചെയ്യുക, ഇവിടെ പേസ്റ്റ് ചെയ്യുക, ദെൻ എൻ്റർ ചെയ്യുക. അതിനുശേഷം നമ്മളൊന്ന് സിസ്റ്റം അപ്ഡേറ്റ് ചെയ്യണം. ഓക്കെ, ഇവിടെ ഒരു എറർ കാണിക്കും. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ അത് റിസോൾവ് ചെയ്യാം, അല്ലെങ്കിൽ കുഴപ്പമില്ല. അത് റിസോൾവ് ചെയ്യുന്ന പിന്നെ പറഞ്ഞുതരാം. ബേസിക്കലി ഒരു ഫോൾഡറിലോട്ട് എന്താ പറയുക, പഴയൊരു രീതിയിൽ നിന്ന് പുതിയ രീതിയിലോട്ട് ആക്കാനാണ് പറയുന്നത്.
അത് അത്ര കാര്യമുള്ളതല്ല എങ്കിലും നമുക്കത് പിന്നീട് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ നമുക്ക് ആവശ്യം പോസ്റ്റ്ഗ്രേസ് ഇൻസ്റ്റാൾ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ പോസ്റ്റ്ഗ്രേസിൻ്റെ റെപ്പോസിറ്ററി ആഡ് ചെയ്തു സിസ്റ്റത്തിലോട്ട്. ഇനി പോസ്റ്റ്ഗ്രേസ് ഇൻസ്റ്റാൾ ചെയ്യാം. ഓക്കെ, അതിനുള്ള കമൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സുഡോ ആപ്റ്റ് ഇതത്രയും കോപ്പി ചെയ്യാം. കോപ്പി. ഓക്കെ, WSL കൺസോളിൽ നമ്മളത് പേസ്റ്റ് ചെയ്യുക, എൻ്റർ ചെയ്യുക. ഓക്കെ, ഇനി ജസ്റ്റ് PSQL എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എറർ കിട്ടും. ഓക്കെ, ഇനി അപ്പോൾ ഇത് ഏകദേശം പോസ്റ്റ്ഗ്രേസ് ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. ഈ എറർ നിങ്ങൾ നോക്കണ്ട. ഇത് അതായത് ഈ ലിനക്സിൻ്റെ പേരിലുള്ള ഒരു യൂസറിനെ അവിടെ സെറ്റ് ചെയ്തിട്ടില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, അത് പിന്നീട് നമുക്കത് സെറ്റ് ചെയ്യാം. എനിവേ പോസ്റ്റ്ഗ്രേസ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് പോസ്റ്റ്ഗ്രേസ് കയറാൻ വേണ്ടിയിട്ടുള്ള കമൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സുഡോ ഇപ്പോൾ ഈ പോസ്റ്റ്ഗ്രേസ് ബേസിക്കലി പോസ്റ്റ്ഗ്രേസിൻ്റെ ഡിഫോൾട്ട് യൂസർ എന്ന് പറയുന്നത് പോസ്റ്റ്ഗ്രേസ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പോസ്റ്റ്ഗ്രേസിൻ്റെ ഉള്ളിൽ ഒരു റോൾ സെറ്റ് ചെയ്യും. എന്നിട്ട് ആ റോളിൽ ഇരുന്നിട്ടാണ് നമ്മൾ ഇരുന്ന് ചെയ്യുന്നത്, നമ്മുടെ പ്രോഗ്രാം ചെയ്യുന്ന യൂസർ പ്രോഗ്രാം. അപ്പോൾ പോസ്റ്റ്ഗ്രേസിനകത്തോട്ട് കയറണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ കമൻറ്റ് യൂസ് ചെയ്താൽ മതി. ഓക്കെ, ഇത് ഇത്രയും കോപ്പി ചെയ്യുക. സുഡോ -u അത് യൂസർ പോസ്റ്റ്ഗ്രേസ് PSQL. ഓക്കെ, എടുക്കുക. അപ്പോൾ നമ്മൾ പോസ്റ്റ്ഗ്രേസിൻ്റെ അതായത് പോസ്റ്റ്ഗ്രേസ് ആണ് ഡിഫോൾട്ട് യൂസർ. ആ പോസ്റ്റ്ഗ്രേസിൽ ഇരുന്നുകൊണ്ട് നമുക്ക് വേറൊരു റോള് ക്രിയേറ്റ് ചെയ്യാം. ഇപ്പം ഫോർ എക്സാമ്പിൾ ക്രിയേറ്റ് റോൾ പ്രതീക് സൂപ്പർ യൂസർ. ഓക്കെ, അത് വേണ്ട, ജസ്റ്റ് പ്രതീക് കൊടുക്കുക. ഇപ്പോൾ റോള് സെറ്റ് ചെയ്തു. ഇനി നമുക്കൊരു ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്യുന്നു. ക്രിയേറ്റ് ഡാറ്റാബേസ് പ്രതീക് കൊടുത്തു കഴിഞ്ഞാൽ പ്രതീക് എന്നുള്ള ഡാറ്റാബേസ്. ഇത് ബേസിക്കലി ഈ റോൾ സെറ്റ് ചെയ്യുമ്പോഴത്തേന് അതിൻ്റെ പേരിലുള്ള ഒരു ഡാറ്റാബേസും വേണം കേട്ടോ. അങ്ങനെ വേണം. ഓക്കെ, ദെൻ വി നീഡ് വാട്ട് എവർ നീഡ്. പ്രതീക് എന്നുള്ള റോളിനൊരു പാസ്വേഡ് സെറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ അതിന് യൂസ് ചെയ്യുന്ന കമൻറ്റ് എന്ന് വെച്ചാൽ ആ ഒരു എന്താ പറയുക, ആ ഒരു യൂസർ റെക്കോർഡിനെ നമുക്ക് ഓൾട്ടർ ചെയ്യാം. ഓൾട്ടർ റോൾ പ്രതീക് വിത്ത് പാസ്വേഡ് ആസ് എന്ത് കൊടുക്കാം, പാസ് തന്നെ കൊടുക്കാം. ഞാൻ അങ്ങനെ കൊടുക്കുന്നത് കാരണം റോള് പാസ്വേഡ് സെറ്റ് ചെയ്തു. ഇനി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾട്ടർ റോൾ. ഇനി അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിനെ സൂപ്പർ യൂസർ ആക്കണം. അപ്പോൾ എന്താ ചെയ്യുക, ഓൾട്ടർ റോൾ പ്രതീക് വിത്ത് സൂപ്പർ യൂസർ. അപ്പോൾ സൂപ്പർ യൂസറായി സെറ്റ് ചെയ്തു. ഇനി cannot login. ഓക്കെ, alter role with login. ഇനി നോക്കുകയാണെങ്കിൽ നമുക്ക് ഇപ്പോൾ സൂപ്പർ യൂസർ വന്നിട്ടുണ്ട്. ഇനി ഇവിടുന്ന് എക്സിറ്റ് ചെയ്യാൻ വേണ്ടി /q അല്ലെങ്കിൽ എക്സിറ്റ് എന്ന് അടിച്ചാൽ മതി. എന്നിട്ട് വെറും PSQL കൊടുത്തു കഴിഞ്ഞാൽ
നമുക്ക് പ്രതീക് എന്നുള്ള റോളിൽ നമുക്ക് പോസ്റ്റ്ഗ്രേസിനകത്ത് ലോഗിൻ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് പോസ്റ്റ്ഗ്രേസ് ഇൻസ്റ്റാൾ ചെയ്യാനുള്ള പ്രൊസീജിയർ, അതായത് ലിനക്സ് എൻവയറൺമെൻറ്റ്. ഓക്കെ.